പഠിക്കാൻ പോകുന്നത് പ്ലസ് ടുവിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കാനുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ചാപ്റ്ററുകളിൽ ഒരെണ്ണവും ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സിൽ ഒരെണ്ണവുമാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ പഠിക്കേണ്ട സെക്ഷൻസ് എല്ലാം നിങ്ങൾ 8, 9, 10 ക്ലാസ്സുകളിൽ CBSE സ്റ്റേറ്റ് സിലബസുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കണ്ടിന്യൂഷനുമാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ടുള്ളത്. നേരെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് കറണ്ട് ഇലക്ട്രിസിറ്റി. മീനിങ് ആദ്യമേ മനസ്സിലാക്കുക. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ. മോഷനിലിരിക്കുന്ന ചാർജസിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് കറണ്ട് ഇലക്ട്രിസിറ്റി. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചതാണ്. റെസ്റ്റിലിരിക്കുന്ന ചാർജസിനെ കുറിച്ചുള്ള പഠനം ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് മോഷനിലിരിക്കുന്ന ചാർജസിനെ കുറിച്ചുള്ള പഠനം. ഇപ്പോൾ എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റി? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ. ഇനി നമ്മൾ അറിയേണ്ടത് ആ ചാപ്റ്ററിൽ 2 ടേം നമ്മളിവിടെ ഉപയോഗിച്ചു, കറണ്ട് ഇലക്ട്രിസിറ്റി. രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള മീനിങ് നമ്മൾ പഠിച്ചു. ഇനി ഇംഗ്ലീഷിൽ വരുന്ന 2 ടേം സ്പെസിഫിക് ആയിട്ട് മാറ്റിയെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് എന്നൂടെ നമ്മൾ അറിയണം. ആദ്യമേ എന്താണ് കറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് എന്ന വേർഡിന്റെ മീനിങ് ഫിസിക്സ് പ്രകാരം ഫ്ലോയിങ് എന്നുള്ളതാണ്, ഒഴുകുന്നത് എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം ഓഫ് എനർജി റിസൾട്ടിങ് ഫ്രം എക്സിസ്റ്റൻസ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് എയ്തർ സ്റ്റാറ്റിക്കലി ഓർ ഡൈനാമിക്കലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചാർജസിന്റെ പ്രസൻസ് കാരണം ഉണ്ടാവുന്ന എനർജിയുടെ ഒരു ഫോമിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിസിറ്റി. ഒന്നുകൂടെ പറയുന്നു, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ. കറണ്ട് എന്ന ടേമിന്റെ അർത്ഥം ഫ്ലോയിങ് എന്നാണ്. ഇലക്ട്രിസിറ്റി എന്ന വേർഡിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചാർജസിന്റെ പ്രസൻസ് കാരണം ഉണ്ടാവുന്ന എനർജിയുടെ ഫോമിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിസിറ്റി. ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കേണ്ടത് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ്. ഇലക്ട്രിക് കറണ്ടിന്റെ ഡെഫിനിഷൻ സ്കൂൾ ക്ലാസ്സുകളിൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അത് നമ്മൾ ഒന്നുകൂടെ പഠിക്കുന്നു. എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഒരു നിശ്ചിത സമയം കൊണ്ട് ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന ചാർജസിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ഇലക്ട്രിക് കറണ്ട് എന്ന്. ഇപ്പം എന്താ പഠിച്ചത്? ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഡെഫിനിഷൻ പഠിച്ചു വെക്കേണ്ടതാണ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ ആയ I കൊണ്ടാണ്. അപ്പം ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ I. പിന്നെ പഠിക്കേണ്ടത് ഒരു ഇക്വേഷൻ ആണ്. I ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആയ Q/T ഇക്വേഷൻ. അതില്ലെന്നുണ്ടെങ്കിൽ Q ഈസ് ഈക്വൽ ടു NE എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? I ഈസ് ഈക്വൽ ടു NE/T എന്ന ഇക്വേഷൻ എഴുതാം. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് എന്താണെന്ന്. ആംപിയർ അല്ലെന്നുണ്ടെങ്കിൽ കൂളോം പെർ സെക്കൻഡ്. ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പണ്ട് കാലത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. SI യൂണിറ്റ് ഓഫ് കറണ്ട് എന്താണെന്ന്. ആംപിയർ ആണ് SI യൂണിറ്റ്. ഇനി നമ്മളൊന്ന് അഡീഷണൽ ടോപ്പിക്കായിട്ട് പഠിച്ചു വയ്ക്കേണ്ടത് എന്താണ് കറണ്ടിന്റെ CGS യൂണിറ്റ് എന്നുള്ളത്. CGS യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ബയോട്ട് അല്ലെന്നുണ്ടെങ്കിൽ അബ് ആംപിയർ. ബയോട്ട് അല്ലെങ്കിൽ അബ് ആംപിയർ. ഇനി നമ്മൾ അറിയേണ്ടത് കറണ്ട് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണോ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണോ എന്നുള്ളത്. കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതോടൊപ്പം മനസ്സിലാക്കുക ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. കറണ്ടിന്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം, കറണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ ഡയറക്ഷൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇല്ലേ? അപ്പോൾ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ എന്നൊരു സംശയം ഒരു പക്ഷേ വന്നേക്കാം. മനസ്സിലാക്കുക, കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അവർ വെക്ടർ ലോസ് ഒന്നും ഒബേ ചെയ്യത്തില്ല. വെക്ടർ ലോസ് ഓഫ് അഡീഷനും അതുപോലെ മാത്സിൽ നമ്മൾ പഠിക്കുന്ന വെക്ടേഴ്സിന്റെ പല ലോസും കറണ്ട് ഒബേ ചെയ്യത്തില്ല. അതുകൊണ്ട് കറണ്ടിനെ നമ്മൾ എന്തായിട്ട് കാണുന്നു? സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ട് കാണുന്നു. കൂടെ നമ്മൾ പറഞ്ഞു ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയുന്നത്. കറണ്ട് പോസിറ്റീവ് ടെർമിനലിൽ തുടങ്ങി നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ പറയുന്നത്. ഈ സൂചിപ്പിക്കുന്നത് അവരുടെ ഒറിജിനും ടെർമിനേഷനും മാത്രമാണ്. ഇപ്പം എന്താ നമ്മൾ പഠിച്ചത്? ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസിനെ വിളിക്കുന്ന പേര് ഇലക്ട്രിക് കറണ്ട്. ഡിനോട്ടഡ് ബൈ I which is having the equation Q/T or NE/T, having SI unit ampere or coulomb per second. CGS യൂണിറ്റ് എന്താണ്? ബയോട്ട് അല്ലെങ്കിൽ അബ് ആംപിയർ. കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഈസ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇനി പഠിക്കേണ്ടത് 3 ഡെഫിനിഷൻസ് ആണ്. ആദ്യത്തെ ഡെഫിനിഷൻ ഇലക്ട്രോണിക് കറണ്ട്. സ്പെല്ലിംഗ് കറക്റ്റ് നോക്കുക. ഇലക്ട്രോണിക് കറണ്ട്. ഇലക്ട്രോണിക് കറണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഡയറക്ഷന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോണിക് കറണ്ട്.
അപ്പം എന്താണ്? ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന കറണ്ടിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോണിക് കറണ്ട്. എന്താ ഡെഫിനിഷൻ? കറണ്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഇലക്ട്രോണിക് കറണ്ട്. അടുത്തതായിട്ട് പഠിക്കേണ്ടത് കൺവെൻഷണൽ കറണ്ട്. ഈ കൺവെൻഷണൽ കറണ്ടാണ് നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 8, 9, 10 ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കൺവെൻഷണൽ കറണ്ടിനെ കുറിച്ചാണ്. ഇപ്പോൾ കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് കൺവെൻഷണൽ കറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറണ്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഓപ്പോസിറ്റ് ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ വിളിക്കുന്ന പേര് കൺവെൻഷണൽ കറണ്ട്. ഇനി അടുത്ത് പഠിക്കേണ്ടത് ട്രാൻസിയന്റ് കറണ്ടിനെ കുറിച്ചാണ്. ട്രാൻസിയന്റ് കറണ്ട് ഒരു പക്ഷേ നിങ്ങൾ എല്ലാവർക്കും അത്ര പരിചയമായിരിക്കത്തില്ല. ട്രാൻസിയന്റ് കറണ്ട്, കറണ്ട് ദാറ്റ് ഫ്ലോസ് ത്രൂ എ സർക്യൂട്ട് ഫോർ എ വെരി ഷോർട്ട് ടൈം. വളരെ ചെറിയ സമയത്തിലൂടെ ഒരു സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിയന്റ് കറണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈറ്റനിങ്, ഈ നമ്മൾ മിന്നൽ മിന്നുന്ന സമയത്ത് കറണ്ടാണ് അത് വഴി വരുന്നത്. ആ ഒരു ടൈപ്പ് കറണ്ട് വളരെ ചെറിയ സമയത്ത് മാത്രം ഒരു സർക്യൂട്ടിൽ നിലനിൽക്കുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിയന്റ് കറണ്ട്. അപ്പം 3 കറണ്ട് ഒന്നുകൂടെ പറയാം. എന്താണ് ഇലക്ട്രോണിക് കറണ്ട്? ഇലക്ട്രോണിന്റെ അതേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, കറണ്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. പിന്നെ പഠിച്ചത് കൺവെൻഷണൽ കറണ്ട്. കൺവെൻഷണൽ കറണ്ട് എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് കൺവെൻഷണൽ കറണ്ട്. കറണ്ട് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. പിന്നെ പഠിച്ചതാണ് ട്രാൻസിയന്റ് കറണ്ട്. ട്രാൻസിയന്റ് കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സർക്യൂട്ടിൽ വളരെ ചെറിയ സമയത്തേക്ക് നിലനിൽക്കുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിയന്റ് കറണ്ട്. ദ കറണ്ട് ദാറ്റ് ഫ്ലോസ് ത്രൂ എ സർക്യൂട്ട് ഫോർ എ വെരി ഷോർട്ട് ടൈം. ഇത് പഠിക്കുന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക, ലൈറ്റനിങ് ഉണ്ടാകുന്ന സമയത്ത്, മിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കറണ്ടിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 10,000 ആംപിയേഴ്സിലായിരിക്കും. അതായത് ലൈറ്റനിങ് സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10,000 ആംപിയറും. അതുപോലെ തന്നെ നമ്മുടെ നെർവ് ഇമ്പൾസ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മളൊരു കാഴ്ച കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ പതിയുന്നു. അവിടെ നിന്ന് നെർവ് ഇമ്പൾസ്, ഒപ്റ്റിക്കൽ നെർവ്സ് വഴി നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നു. ബ്രെയിൻ നമ്മുടെ കൈക്കും കാലിലേക്കും എല്ലാം സിഗ്നൽസ് കൊടുക്കുന്നു. അങ്ങനെയെല്ലാം സിഗ്നൽസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന നെർവ് ഇമ്പൾസ് കാരണം ഉണ്ടാവുന്ന കറണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്യൂ മൈക്രോ ആംപിയേഴ്സ് ആയിരിക്കും. ഏതാനും മൈക്രോ ആംപിയേഴ്സ് മാഗ്നിറ്റ്യൂഡുള്ള കറണ്ടാണ് നമ്മുടെ നെർവ് വഴി മൂവ് ചെയ്ത് പോകുന്നത്. ഇനി പഠിക്കേണ്ടത് കറണ്ടിൻ്റെ SI യൂണിറ്റായ ആംപിയറിനെ കുറിച്ച്. 1 ആംപിയറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. I is equal to Q/T എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു. 1 ആംപിയർ ഡിഫൈൻ ചെയ്യാനായി ഞാൻ 2 കണ്ടീഷൻസ് എടുക്കുകയാണ്. Q is equal to 1 കൂളോം എന്നും T is equal to 1 സെക്കൻഡ് എന്നും എടുക്കുന്നു. ഈ 2 വാല്യൂസ് ഐയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും I is equal to 1 കൂളോം ബൈ 1 സെക്കൻഡ്. അതിനെ നമ്മൾ വിളിച്ച പേരാണ് 1 ആംപിയർ. അപ്പോൾ 1 ആംപിയർ എന്ന് വെച്ചാൽ എന്താണ്? 1 ആംപിയർ എന്ന് വെച്ചാൽ ഒരു കറണ്ടാണ്. അത് എപ്പോഴുണ്ടായി? 1 കൂളോം ചാർജ് ഒരു പോയിന്റിലൂടെ 1 സെക്കൻഡ് ഫ്ലോ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് 1 ആംപിയർ കറണ്ട്. ഇപ്പം എന്താണ് 1 ആംപിയർ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോയിന്റിലൂടെ 1 കൂളോം ചാർജ് 1 സെക്കൻഡിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിനെ വിളിക്കുന്ന പേര് 1 ആംപിയർ കറണ്ട്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? It is defined as the current produced when 1 coulomb of charge passes through a point in 1 second. ഒന്നുകൂടെ പറഞ്ഞ ഡെഫിനിഷൻ. It is defined as the current produced when 1 coulomb of charge passes through a point in 1 second. അങ്ങനെ വിളിക്കുന്ന പേര് 1 ആംപിയർ കറണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വയ്ക്കുക. അടുത്ത പഠിക്കേണ്ടത് കറണ്ട് കാരിയേഴ്സിനെ കുറിച്ചാണ്. കറണ്ട് കാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിനെ ഉണ്ടാക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേര് കറണ്ട് കാരിയേഴ്സ്. എന്ന് വെച്ചാൽ ഏത് ചാർജുള്ള പാർട്ടിക്കിളാണോ അല്ലെങ്കിൽ ഏത് ചാർജ്ഡ് പാർട്ടിക്കിളാണോ കറണ്ടിന് കാരണമാവുന്നത് അങ്ങനെയുള്ള പാർട്ടിക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കറണ്ട് കാരിയേഴ്സ്. ഇപ്പം നമ്മളൊരു മെറ്റൽ എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റലിനകത്ത് ഇലക്ട്രോൺസ് ആണ് അവിടെ കറണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? അവിടുത്തെ ചാർജ് കാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആണെന്ന് പറയാം. അതായത് ചാർജിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ആൾക്കാർ എന്ന് വേണമെങ്കിൽ ഡെഫിനിഷൻ പറയാം. പക്ഷേ കറക്റ്റ് ഡെഫിനിഷൻ അതല്ല. ഏത് ചാർജ്ഡുള്ള പാർട്ടിക്കിളാണോ കറണ്ടിനെ ഉണ്ടാക്കുന്നത് ആ ചാർജ്ഡുള്ള പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് കാരിയേഴ്സ്.
ഡെഫിനിഷനിൽ എന്തെന്ന് പറയാം? ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇലക്ട്രിക് കറണ്ട് ഈസ് കോൾഡ് കറണ്ട് ക്യാരിയേഴ്സ്. ഇപ്പം നമ്മൾ ചില ടൈപ്സ് കണ്ടക്ടേഴ്സും കൂടെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു സോളിഡ് കണ്ടക്ടേഴ്സിനകത്താണെന്നുണ്ടെങ്കിൽ അവിടെ കറണ്ടിനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കറണ്ടിന്റെ ഫ്ലോയ്ക്ക് കാരണമാകുന്നത് വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ സോളിഡ് കണ്ടക്ടേഴ്സിൽ അല്ലെങ്കിൽ മെറ്റൽ കണ്ടക്ടേഴ്സിനകത്തെ കറണ്ട് ക്യാരിയേഴ്സ് ആരാണ്? ഇലക്ട്രോൺസ് ആണ്. അതുപോലെ തന്നെ ലിക്വിഡ് കണ്ടക്ടേഴ്സിനകത്തോ ഗേഷ്യസ് കണ്ടക്ടേഴ്സിനകത്തോ ചാർജ് ക്യാരിയേഴ്സ് അല്ലെങ്കിൽ കറണ്ട് ക്യാരിയേഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള പോസിറ്റീവും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ആയിരിക്കും. ഇപ്പം നമ്മൾ NaCl സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അത് Na+ഉം Cl- ആയിട്ട് മാറും. അവിടെ ഉണ്ടായിരിക്കുന്ന Na+ഉം Cl- ആണ് അവിടെ എന്തിന് കാരണമാവുന്നത്? കറണ്ടിന്റെ ക്യാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏത് പാർട്ടിക്കിളാണോ കറണ്ടിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആ പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ക്യാരിയേഴ്സ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. SI യൂണിറ്റുകളാണ്. SI യൂണിറ്റ് ഓഫ് കറണ്ട് നമ്മൾ പഠിച്ചു, ആംപിയർ ആണ്. SI യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റിയുടെ അളവ്, എത്രത്തോളം ഇലക്ട്രിസിറ്റി ഉണ്ട് എന്ന് പറയുന്നത് അത് കൂളോംബാണ്. ചാർജിന്റെ അളവാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പഠിച്ചത്? SI യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് വെച്ചാൽ ആംപിയറും SI യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളോംബുമാണ്. പഠിക്കേണ്ടത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സിനെ കുറിച്ചാണ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ നോർമൽ ലൈഫിൽ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. വെള്ളം എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെന്ന് പറയും? അത് ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്ന് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തേക്കാണ്, ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴ്ന്ന പ്രദേശത്തിലേക്കാണ് വെള്ളം ഒഴുകുന്നതെന്ന് നമ്മൾ പറയും. കാറ്റ്, വിൻഡ് ബ്ലോ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? അത് ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്കാണ് കാറ്റ് ഫ്ലോ ചെയ്യുന്നതെന്ന് നമ്മൾ പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? നമ്മളൊരു കണ്ടക്ടർ എടുത്തു, ഒരു മെറ്റൽ പ്ലേറ്റ് അതിൽ വെച്ചു. ഈ ഒരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്തവിടെ ഉണ്ടായിരിക്കണം? അപ്പോൾ നമ്മൾ പറയും കൃത്യമായി അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണമെന്ന്. പൊട്ടൻഷ്യൽ ഡിഫറൻസും പൊട്ടൻഷ്യലും എന്താണെന്നുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു കണ്ടക്ടറിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന് എന്ത് ആവശ്യമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും നമ്മൾ? അതിനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവശ്യമാണെന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഹൈ പൊട്ടൻഷ്യൽ റീജിയനിൽ നിന്നും ലോ പൊട്ടൻഷ്യൽ റീജിയനിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്ത് പോകും. എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഹൈ പൊട്ടൻഷ്യൽ റീജിയനിൽ നിന്നും ലോ പൊട്ടൻഷ്യൽ റീജിയനിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്ത് പോകും. അങ്ങനെ ഒരു സർക്യൂട്ടിനകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യിക്കാനായി വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് സെല്ല്, അല്ലെങ്കിൽ സെല്ലിന്റെ കൂട്ടമായ ബാറ്ററി. അപ്പോൾ എന്താണ് സെല്ല് അല്ലെങ്കിൽ ബാറ്ററി ചെയ്യുന്നത്? ഒരു സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുന്നത്? അതുവഴി കറണ്ട് കടന്നു പോകുന്നത്. ശേഷം നമ്മൾ പോകുന്നത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സിലേക്കാണ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്, EMFനെ കുറിച്ച്. എന്താണ് EMF എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കറണ്ട് പോലും ഒരു ബാറ്ററിയിൽ നിന്നും വലിച്ചെടുക്കാതിരിക്കുന്ന സമയത്ത് ആ ബാറ്ററിയുടെ രണ്ട് ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. എന്താണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്? ഒരു കറണ്ട് പോലും ഡ്രോ ചെയ്തെടുക്കാതിരിക്കുന്ന സമയത്തുള്ള ആ ബാറ്ററിയുടെ രണ്ട് ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് EMF. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓപ്പൺ സർക്യൂട്ടാണ്, ഇതുവഴി കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. ആ ഒരു സമയത്ത് ബാറ്ററിയുടെ രണ്ട് ടെർമിനലിൽ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് EMF. എങ്ങനെ ഡെഫിനിഷൻ പറയാം? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ഇറ്റ്. ഒന്നുകൂടെ പറയുന്നു, electromotive force or EMF is the potential difference across the positive and negative terminals of a battery when no current is drawn from it. ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്കതൊരു ഫോഴ്സ് ആയിട്ട് തോന്നും. അങ്ങനെ കേൾക്കുമ്പോൾ ഒന്നെന്നും സത്യത്തിൽ അതല്ലാത്തതുമായിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീസ്നോമർ. അപ്പോൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF ഒരു മീസ്നോമർ ആണ്. അതിൻ്റെ SI യൂണിറ്റ് വോൾട്ട് ആണ്. എന്തുകൊണ്ട് വോൾട്ട് വന്നു? അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയതുകൊണ്ട് വോൾട്ട് വന്നു. ഇനി നമ്മൾ നോക്കേണ്ടത്, ഞാനിവിടെ L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ എടുക്കുകയാണ്. ആ കണ്ടക്ടറിനകത്തുള്ള യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E എന്നും എടുക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ എടുക്കുന്നത്? L ലെങ്തും അതിനുള്ളിൽ ഈ ഇലക്ട്രിക് ഫീൽഡുമുള്ള ഒരു കണ്ടക്ടറിനെ ഞാൻ എടുത്താൽ
ആ കണ്ടക്ടറിന് അക്രോസ് ആയിട്ടുള്ള എയും ബിയും എന്ന് പറയുന്ന രണ്ട് ടെർമിനലിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ EL ആയിരിക്കും. അവിടെ നിന്ന് E ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തെന്ന് എഴുതാം? V/L എന്ന് എഴുതാം. E എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇയുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തെന്ന് വരും? വോൾട്ട് പെർ മീറ്റർ എന്നും വരും. ഇവിടെ പറയാൻ കാരണം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി വെൻ നോ കറണ്ട് ഈസ് ഡ്രോൺ ഫ്രം ഇറ്റ് എന്ന് പറഞ്ഞു. അതൊരു മീസ്നോമർ ആണ്. SI യൂണിറ്റ് വോൾട്ട് ആണ്. പിന്നെ നമ്മൾ V ഈസ് ഈക്വൽ ടു EL എന്ന ഇക്വേഷനും പറഞ്ഞു. ഈ മീസ്നോമർ എന്താണെന്ന് ഒരു ചെറിയ അറിവൂടെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു. നമ്മൾ ഒരു മീസ്നോമർ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ജനറേറ്റർ. ഈ ജനറേറ്ററിൽ ആ വേർഡ് മീനിങ് ഇറ്റ് ഈസ് ജനറേറ്റിംഗ് സംതിങ് എന്നാണ്, എന്തിനെയും ഉണ്ടാക്കുന്നു എന്നാണ് മീനിങ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം എന്താണ് ജനറേറ്റർ ഒന്നിനെയും ഉണ്ടാക്കുന്നില്ല, അവിടെ ഒരു കൺവേർഷൻ മാത്രമാണ് നടക്കുന്നത്. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമാണ് ജനറേറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ജനറേറ്റർ എന്ന് പറയുന്ന ടേമും ഒരു മീസ്നോവർ തന്നെയാണ്. അറിവിന് വേണ്ടി പറയുകയാണ്. നമ്മളൊരു സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസും ഒരു കീയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സർക്യൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിനകത്ത് ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തേ മതിയാവും. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത് സെല്ലാണ്. ആ സെല്ലിന്റെ EMF ആണ് ഇതിനകത്തുള്ള ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തിനെ കൊടുക്കുന്നത്? ഇനിഷ്യൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പം EMF എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്തുള്ള ചാർജ് കാരിയേഴ്സിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇനിഷ്യൽ ഫോഴ്സ് കൊടുക്കുന്നത് EMF ആണ്. അതുകൊണ്ട് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനെ ഫോഴ്സ് എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് അവകാശപ്പെടുന്ന ഫിസിക്സിന്റെ ഒരു വിഭാഗവും ഉണ്ട്. മനസ്സിലാക്കുക, ഒരിക്കലും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഒരു ഫോഴ്സ് അല്ല, അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എന്തുകൊണ്ട് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു സർക്യൂട്ടിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനിഷ്യൽ ഫോഴ്സ് കൊടുക്കുന്നത് EMF ആണ്. സോ അതിന് നമുക്ക് എന്തെന്ന് വേണമെങ്കിലും വിളിക്കാം, ഫോഴ്സ് എന്ന് വിളിക്കാം. അടുത്തത് പഠിക്കേണ്ടത് കറണ്ട് ഡെൻസിറ്റിയെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിനകത്തൂടെ കടന്നു പോകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി. എന്താണ്? യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനകത്തൂടെ കടന്നു പോകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേര് കറണ്ട് ഡെൻസിറ്റി. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ് ഈസ് എ കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി. ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം J ആണ്. ക്യാപിറ്റൽ ലെറ്റർ ജെയും സ്മോൾ ലെറ്റർ ജെയും ഉപയോഗിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് J ഈസ് ഈക്വൽ ടു I/A എന്ന ഇക്വേഷൻ വരുന്നു. SI യൂണിറ്റ് എന്താണ്? കറണ്ടിന്റെയും ഏരിയയുടെയും SI യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറണ്ട് ഡെൻസിറ്റി ആയ Jയുടെ SI യൂണിറ്റ് കിട്ടുന്നു. ആംപിയർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെന്നുണ്ടെങ്കിൽ ആംപിയർ മീറ്റർ റൈസ് ടു -2. ഇനി നമ്മൾ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പേന, വൈറ്റ് ബോർഡ് മാർക്കർ, ഒരു കണ്ടക്ടർ ആണെന്ന് കണക്കാക്കുക, വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടക്ടറിന് സർഫസിന് പെർപെൻഡിക്കുലറായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണ വെണ്ടയ്ക്കൊക്കെ എടുത്ത് അല്ലെങ്കിൽ വെള്ളരിക്കൊക്കെ എടുത്ത് അരിയുന്ന സമയത്ത് നമ്മളതിനെ നേരെ വെട്ടിമുറിച്ച് കഴിഞ്ഞാൽ റൗണ്ട് പീസസ് കിട്ടും. അല്ലാതെ ചരിച്ച് വെട്ടിമുറിച്ച് കഴിഞ്ഞാൽ ഓവൽ പീസസ് കിട്ടും. അങ്ങനെ ചരിച്ച് വെട്ടുന്നതല്ല ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കട്ട് ചെയ്യുമ്പോൾ സർക്കുലാർ പീസ് കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഒരു കണ്ടക്ടറിന്റെ സർഫസ് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലൂടെ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കിട്ടുന്ന ഏരിയയാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനിലൊരെണ്ണമായ ഓംസ് ലോയെ കുറിച്ചാണ്. 1828 ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ലോയാണ് ഓംസ് ലോ എന്ന് വെച്ചാൽ. ഓംസ് ലോ പഠിക്കുന്നതിനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാനിവിടെ ഒരു സെല്ലിനെ എടുക്കുന്നു. ആ സെല്ലിനെ എടുത്തതിന് ശേഷം ഇവിടെ ഒരു മെറ്റൽ പ്ലേറ്റിനെ എടുക്കുന്നു. ആ മെറ്റൽ പ്ലേറ്റിനെ എടുത്തതിന് ശേഷം ഒരു കീ ഉപയോഗിച്ചുകൊണ്ട് ആ സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്നു. ഈ സെല്ല് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഇതിന് എക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെന്നും ആ സമയത്ത് അതിലൂടെ ഫ്ലോ ചെയ്ത് പോകുന്ന കറണ്ട് I ആണെന്നും എടുക്കുന്നു. ഇപ്പം എന്താ എടുത്തത്? ഒരു ബാറ്ററിയിൽ ഒരു മെറ്റൽ പ്ലേറ്റ് കണക്ട് ചെയ്തു.
ആ മെറ്റൽ പ്ലേറ്റിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്നെടുത്തു. അതുവഴി ഫ്ലോ ചെയ്തു പോകുന്ന കറണ്ടിനെ എത്രയെന്നെടുത്തു? ഐ എന്നെടുത്തു. എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ മനസ്സിലായി ഇതുവഴി പാസ് ചെയ്തു പോകുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ അതുവഴി പോകുന്ന കറണ്ടിന്റെ അളവും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അത്ര മാത്രമേ ഓംസ് ലോ പറയുന്നുള്ളൂ. എന്താണ്? ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ്സ്. ഓംസ് ലോ പറയുന്നത് എന്താണ്? ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ എൻഡ്സ്. ഇത്ര മാത്രം പറഞ്ഞ് ഓംസ് ലോ നിർത്തരുത്. ഓംസ് ലോയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആയിട്ടുണ്ട്. ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓംസ് ലോ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കണം ഇത് നടക്കേണ്ടത്. എങ്ങനെയായിരിക്കണം? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി നമ്മൾ ഓംസ് ലോയോ കുറച്ചും കൂടെ ഒന്ന് മാറ്റി പറയുന്നു. എന്താണ്? ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a conductor is directly proportional to potential difference across its ends. പഠിക്കാനായിട്ട് ഞാൻ ഈക്വേഷൻ ഒന്ന് എഴുതുന്നു. വി ഈസ് പ്രപ്പോർഷണൽ ടു ഐ എന്ന് എഴുതുന്നു. പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ സൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആർ ഇൻറ്റു ഐ എന്ന് എഴുതുന്നു. ഒരു ഓർഡറിലാക്കി വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് എഴുതുന്നു. അവിടെ ഉപയോഗിച്ച കോൺസ്റ്റന്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി ആറിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. വിളിച്ച പേരെന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ഇവിടെ നിന്ന് ആറിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ എന്തെന്ന് എഴുതാം? ആർ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ. അവിടെ നിന്ന് നമുക്ക് എസ് ഐ യൂണിറ്റ് കണ്ടുപിടിക്കാം. എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ബേസിക് യൂണിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ട് ഡിവൈഡഡ് ബൈ ആംപിയർ എന്ന് എഴുതാൻ പറ്റും. അത് കണ്ടുപിടിച്ച ആള് ജോർജ് സൈമൺ ഓം ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആദരവ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ യൂണിറ്റ് കൊടുത്തു. ഒ എച്ച് എം, ഓം എന്ന് കൊടുത്തു. സിമ്പിൾ നമുക്കറിയാന്നുള്ളത് തന്നെയാണ്. ഇതെന്ന് എഴുതുന്നു. ഇപ്പൊ എന്താ പഠിച്ചത്? ഓംസ് ലോ പറയുന്നത് എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് എൻഡ്സ്. വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. അതിന് പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമ്മൾ ഈക്വൽ സൈൻ ആക്കാൻ വേണ്ടി കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കൊണ്ടുവന്നു 6. ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വിളിച്ച പേരാണ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ആ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടറിനുള്ള എസ് ഐ യൂണിറ്റ് നമ്മൾ എന്തെന്ന് പഠിച്ചു? ഓം എന്ന് പഠിച്ചു. ഇനി എന്താണ് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിനോടകത്തുള്ള കറണ്ടിനെ തടയാനായിട്ടുള്ള ആ കണ്ടക്ടറിന്റെ എബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്താണ്? ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിനെ തടയുവാനായിട്ടുള്ള ആ കണ്ടക്ടറിന്റെ എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. അപ്പൊ കറണ്ടിനെ തടയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണുകളുടെ ഫ്ലോയെ തടയുന്നു. ശരിയാണല്ലോ. അപ്പൊ നമുക്ക് എന്തെന്നും പറയാം? റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. അപ്പൊ റെസിസ്റ്റൻസിന്റെ രണ്ട് രീതിയിൽ നമുക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റും. ഒന്നെന്താണ്? ഇലക്ട്രോൺസിന്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു കണ്ടക്ടറിന്റെ എബിലിറ്റി വിളിക്കുന്ന പേര് റെസിസ്റ്റൻസ്. എന്തെന്ന് പറയാം? റെസിസ്റ്റൻസ് ഈസ് എ പ്രോപ്പർട്ടി ദാറ്റ് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ ഓർ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ കണ്ടക്ടർ ടു ഒപ്പോസ് ഇലക്ട്രിക് കറണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഞാനിവിടെ എൽ ലെങ്തും എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടറിന് എടുത്തു. ആ കണ്ടക്ടറിന് ആ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന റെസിസ്റ്റൻസ് ആർ എന്നും എടുത്തു. അതിനുശേഷം ഞാൻ ചെയ്തത് ഈ കണ്ടക്ടറിന്റെ ലെങ്തിനെ വലിച്ചു നീട്ടി. ഈ കണ്ടക്ടറിന്റെ നീളം കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആവുന്നു. അങ്ങനെ ലെങ്ത് കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിന് ഇത്ര ദൂരം സഞ്ചരിച്ച് വന്നാൽ മതിയായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിന് ഇത്രയും ദൂരം സഞ്ചരിച്ച് വരണം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് ഇലക്ട്രോൺ എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കണ്ടക്ടറിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. ഏരിയ ഇൻക്രീസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആവുന്നു. ഏരിയ ഇൻക്രീസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ
ഇലക്ട്രോൺസിന് വളരെ ഈസിയായി ഇതുവഴി കടന്നു പോകാൻ പറ്റും. ചെറിയ ഏരിയയിലൂടെ കടന്നു പോകുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ഏത് വഴി കടന്നു പോകാൻ പറ്റും? വലിയ ഏരിയയിലൂടെ കടന്നു പോകാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രോണിന് ഉണ്ടാവുന്ന എതിർപ്പ് കുറയുന്നു, റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആസ് ഏരിയ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഇവിടെ നമുക്ക് എന്ത് പറയേണ്ടി വരും? റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. പഠിച്ച രണ്ട് കാര്യം, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്നും റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്നും. പ്രൊപ്പോർഷണാലിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്താൽ എൽ എച്ച് എസ് സെയിം ആയിട്ട് എഴുതുന്നു. ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ എച്ച് എസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. എൽ ഇൻറ്റു 1/A. ഇപ്പം എന്തായിട്ട് വരും? ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു L/A. ഇനി പ്രൊപ്പോർഷണാലിറ്റിയെ മാറ്റി നമുക്ക് എന്താക്കണം? ഈക്വൽ സൈൻ ആക്കണം. ഈക്വൽ സൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് റോ ഇൻറ്റു L/A. ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി റോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. എന്തെന്ന് വിളിക്കുന്നു? റെസിസ്റ്റിവിറ്റി. എന്തെന്നാണ്? റെസിസ്റ്റിവിറ്റി. പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റിവിറ്റിയെ കുറിച്ചാണ്. റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടി. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ഡിവൈഡഡ് ബൈ എ എന്ന്. അവിടെ നിന്ന് റെസിസ്റ്റിവിറ്റി റോയ്ക്ക് ഒരു ഇക്വേഷൻ എന്തെന്ന് എഴുതാം? എ ഇങ്ങിപ്പുറത്ത് മൾട്ടിപ്ലിക്കേഷൻ ആവും, ആർ എ. എൽ ഇങ്ങിപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഡിവിഷൻ ആവും, ആർ എ ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ എല്ലാത്തിൻ്റെയും SI യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആരുടെ SI യൂണിറ്റ് കിട്ടും? റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് കിട്ടുന്നു. ഇതിൽ റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? SI യൂണിറ്റ് ഈക്വൽ ടു റെസിസ്റ്റൻസിൻ്റെ ഓമാണ് ഇൻറ്റു ഏരിയയുടേത് മീറ്റർ സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ ലെങ്ത്തിൻ്റെത് മീറ്റർ ആണ്. അപ്പോൾ മീറ്റർ സ്ക്വയറും മീറ്ററും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ SI യൂണിറ്റ് എന്ത് കിട്ടും? ഓം മീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചു, ആർ എ ഡിവൈഡഡ് ബൈ എൽ. അതിൻ്റെ SI യൂണിറ്റ് പഠിച്ചു, ഓം മീറ്റർ. ഇനി നമുക്ക് പഠിക്കേണ്ടത് റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷനാണ് പഠിക്കേണ്ടത്. ഡെഫിനിഷൻ പഠിക്കാനായിട്ട് ഞാൻ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എടുക്കുന്നു. റോ ഈസ് ഈക്വൽ ടു ആർ എ ഡിവൈഡഡ് ബൈ എൽ എന്ന് എടുക്കുന്നു. കുറച്ച് കണ്ടീഷൻസ് ഞാൻ അവിടെ കൊണ്ടുവരികയാണ്. എ ഈസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ എന്നും എൽ ഈസ് ഈക്വൽ ടു 1 മീറ്റർ എന്നും എടുക്കുന്നു. ഇനി ഈ രണ്ട് വാല്യൂസും റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടും റോ ഈസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടി. എന്ത് മനസ്സിലാക്കണം? റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു ദ റെസിസ്റ്റൻസ് ആയി. എപ്പോഴാണ്? വെൻ ഏരിയ ഈസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ ആൻഡ് ലെങ്ത് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. ഇപ്പം എന്ത് പറയണം? റെസിസ്റ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ 1 മീറ്റർ സ്ക്വയറും ലെങ്ത് 1 മീറ്ററും ആവുന്ന കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. എന്താണ്? ഏരിയ 1 മീറ്റർ സ്ക്വയറും ലെങ്ത് 1 മീറ്ററുമായിട്ടുള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേര് റെസിസ്റ്റിവിറ്റി. എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ഏരിയ ആൻഡ് യൂണിറ്റ് ലെങ്ത്. അപ്പം യൂണിറ്റ് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയുള്ള ഏരിയ പറയുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പം നമുക്ക് എന്തെന്ന് പറയണം? റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് യൂണിറ്റ് ലെങ്ത്. ഇനി നോക്കുക, റെസിസ്റ്റിവിറ്റി റോയുടെ റെസിപ്രോക്കലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1/ρ. അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നു. എന്താണ്? കണ്ടക്ടിവിറ്റി. റെപ്രസെന്റ് ചെയ്യുന്ന അക്ഷരം സിഗ്മയാണ്. ദെൻ സിഗ്മ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1/ρ എന്ന് എഴുതാം. SI യൂണിറ്റ് എന്തായിരിക്കും? റോയുടെ SI യൂണിറ്റ് നമുക്കറിയാം. റോയുടെ SI യൂണിറ്റ് ഓം മീറ്റർ ആണെന്നറിയാം. അങ്ങനെയെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും? SI യൂണിറ്റ് റെസിപ്രോക്കൽ ആയിരിക്കും. ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ഓംസ് ലോ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓംസ് ലോയിൽ പ്രകാരം നമ്മൾ പഠിച്ച കുറച്ച് ഇക്വേഷൻസ് ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ V is equal to IR, റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ റോ എൽ ഡിവൈഡഡ് ബൈ എ, കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ I/A. ഒരു കണ്ടക്ടറിനകത്ത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അവരുടെ ലെങ്ത് എല്ലുമാണെന്നുണ്ടെങ്കിൽ അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനുള്ള ഇക്വേഷൻ EL, കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ 1/ρ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ 1/σ. ശ്രദ്ധിക്കുക, V is equal to IR എന്ന് പറയുന്ന ഇക്വേഷനിൽ ആറിന് റോയൽ ബൈ എ എന്ന ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പം എന്താവും? V is equal to I ഇൻറ്റു ആറിന് പകരം
റോ എൽ ഡിവൈഡഡ് ബൈ എ. ഓക്കെ, ഇനി നമുക്കിവിടെ കാണാം ഐ ബൈ എ ഇവിടെ ഉണ്ടല്ലേ. വി ഈസ് ഈക്വൽ ടു ഐ ബൈ എ ഇൻറ്റു റോ എൽ എന്നുണ്ട്. ഐ ബൈ എ എന്താണെന്ന് നമുക്കറിയാം, ജെ ആണെന്നറിയാം. അങ്ങനെയെങ്കിൽ എന്തെന്ന് എഴുതാം, വി ഈസ് ഈക്വൽ ടു ജെ റോ എൽ എന്ന് എഴുതാൻ പറ്റും. ഇനി ശേഷം ചെയ്യുന്നത് വിക്ക് പകരം ഇ എൽ എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് എഴുതാം, ഇ എൽ ഈസ് ഈക്വൽ ടു ജെ റോ എൽ എന്ന് എഴുതാം. രണ്ട് സൈഡിലെയും എല്ലിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു ജെ റോ എന്നൊരു ഇക്വേഷൻ കിട്ടും. ബോക്സ് ചെയ്യേണ്ട ഇക്വേഷനാണ്, പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. അതിനുശേഷം ഇത് ജെ ആണ്, ജെ റോ എന്ന് കിട്ടുന്നു. അതിനുശേഷം റോയ്ക്ക് പകരം 1/σ എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു 1/σ എന്നും, സിഗ്മ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നാൽ സിഗ്മ ഇ ഈസ് ഈക്വൽ ടു ജെ എന്നും കിട്ടുന്നു. ജെ ഒന്ന് തിരിച്ചെഴുതുന്നു, എൽ എച്ച് എസും ആർ എച്ച് എസും മാറ്റി എഴുതുന്നു. ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ എന്ന് കിട്ടുന്നു. ഓംസ് ലോ എന്ന് കേട്ടാൽ മനസ്സിൽ 3 ഇക്വേഷൻ കൃത്യമായി ഓർമ്മ വന്നിരിക്കണം. വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന ഇക്വേഷൻ, ഇ ഈസ് ഈക്വൽ ടു ജെ റോ എന്ന ഇക്വേഷൻ, ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഓംസ് ലോയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഓപ്ഷനിൽ ആൻസർ ആയിട്ടുണ്ടായിരുന്നത് ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ എന്ന് പറയുന്നതായിരുന്നു. അപ്പം നമുക്ക് ഓംസ് ലോ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓംസ് ലോ പറഞ്ഞ എന്തായിരുന്നു, അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കണ്ടക്ടർ. കിട്ടിയ ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന ഇക്വേഷൻ കിട്ടി. അവിടെ നിന്ന് നമ്മൾ റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, റെസിസ്റ്റിവിറ്റി എന്താണെന്ന് പഠിച്ചു. ശേഷം ഓംസ് ലോയ്ക്കുള്ള 3 ഇക്വേഷൻസ് പഠിച്ചു. ഏതൊക്കെയാണ്, വി ഈസ് ഈക്വൽ ടു ഐ ആർ, ഇ ഈസ് ഈക്വൽ ടു ജെ റോ, ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ. അടുത്തത് പഠിക്കാനായിട്ടുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റും. റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ എടുക്കുക, റോ എൽ ഡിവൈഡഡ് ബൈ എ. ഇവിടെ തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്, എന്തൊക്കെയാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്നാമതായിട്ട് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരാണ്, റോ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ, അതായത് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യും. റെസിസ്റ്റിവിറ്റി ഓരോ മെറ്റീരിയലിനും വ്യത്യസ്ത റെസിസ്റ്റിവിറ്റി ഉള്ളതായിരിക്കും. അതായത് മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി മാറുന്നു. എങ്കിൽ നമുക്ക് ഫസ്റ്റ് പറയാൻ പറ്റും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസിൽ ഒന്നാമത്തതായിട്ട് പറയാൻ പറ്റുന്നതാണ് നേച്ചർ ഓഫ് മെറ്റീരിയൽ. എന്താണ് നേച്ചർ ഓഫ് മെറ്റീരിയൽ? രണ്ടാമത് ഏതാണ്? ലെങ്ത് അല്ലേ. ഏതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട്? ലെങ്ത്. അത് ലെങ്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാണ്, കൂടുകയാണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതാം. ഇനി എന്താണ്? ഏരിയ. മൂന്നാമതായിട്ട് ഏതാണ്? ഏരിയ. ഏരിയ എങ്ങനെയാണെന്ന് അറിയാം നമുക്ക്. ഏരിയ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുന്നു, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ആരൊക്കെയാണ്? ഒന്നാമത് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, 2 ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, 3 ഏരിയ ഓഫ് ദി കണ്ടക്ടർ. 3 എണ്ണമല്ല, ഇതിന് പുറമെ ഒന്നുകൂടെ ഉണ്ട്. നാലാമത്തെ പോയിന്റ് ആയിട്ട് നമുക്കറിയാം എന്താണ്? ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ മാത്രമാണ് ഓംസ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന് മാറ്റം ഉണ്ടാവുന്നു. അതെങ്ങനെയാണെന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്തടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? റോ ഈസ് ഈക്വൽ ടു ആർ എ ഡിവൈഡഡ് ബൈ എൽ. ശരിയാണല്ലോ. ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റും ആരെയൊക്കെയാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റൂ. എവിടെ നിന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടിയത്? ആർ ഈസ് പ്രപ്പോർഷണൽ ടു എൽ എന്നും ആർ ഈസ് പ്രപ്പോർഷണൽ ടു 1/a എന്നും ആർ ഈസ് പ്രപ്പോർഷണൽ ടു L/a എന്നും എഴുതിയതിനു ശേഷം ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/a എന്ന് എഴുതിയതാണ്. അതായത് ഇവിടത്തെ റോ കോൺസ്റ്റന്റ് ആണ്. ആ റോ ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല,
ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം അത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്, കോൺസ്റ്റന്റ് ആണ്. എങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ റെസിസ്റ്റിവിറ്റി ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്നുള്ളത്? പറ്റില്ല. പഠിച്ചു വയ്ക്കുക, റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് നേച്ചർ ഓഫ് മെറ്റീരിയൽ, രണ്ട് ടെമ്പറേച്ചർ. എന്ത് മനസ്സിലാക്കണം? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റിവിറ്റി നേച്ചർ ഓഫ് മെറ്റീരിയലും ടെമ്പറേച്ചറും മാത്രമാണ്. അതിൽ ആര് വരില്ല? റെസിസ്റ്റൻസ് വരില്ല, ഏരിയ വരില്ല, ലെങ്ത് വരില്ല. ഓംസ് ലോയുടെ ഗ്രാഫാണ് അടുത്ത് പഠിക്കേണ്ടത്. ഇക്വേഷൻ നമുക്കറിയാം, വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണലിന്റെ ഗ്രാഫാണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. വി എക്സ് ആക്സിസിലും ഐ വൈ ആക്സിസിലും എടുക്കുന്നു. ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അടുത്തത് പഠിക്കേണ്ടത് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ആണ്. ഓംസ് ലോയുടെ ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷനാണ് വി ഡിപ്പെൻഡ്സ് ഓൺ ഐ നോൺ ലീനിയർലി. എന്ന് വെച്ചാൽ നമ്മളൊരു കണ്ടക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ഓംസ് ലോ ചെയ്യുന്ന സാഹചര്യത്തിൽ വിയുടെ ഇൻക്രീസിൻ്റെ അതേ തോതിലല്ല ഐ ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ വിയുടെ അതേ തോതിൽ ഐ ഇൻക്രീസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടണമായിരുന്നു. പക്ഷേ ഓംസ് ലോ നമ്മളൊരു ഗുഡ് കണ്ടക്ടറുടെ അടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും വിയും ഐയും ലീനിയർ ആയിട്ടല്ല മൂവ് ചെയ്യുന്നത്. അവരുടെ ഗ്രാഫ് വരച്ചാൽ ഒരു കർവും നമുക്ക് കിട്ടുന്നു. അപ്പം എന്താ നമ്മൾ പറയുന്നത്? ഒന്നാമത്തെ ലിമിറ്റേഷനായിട്ട് പറയുന്നത് വി ഡിപ്പെൻഡ്സ് ഓൺ ഐ നോൺ ലീനിയർലി. ആ ഗ്രാഫിൽ നിന്ന് പറയുന്നത് ദ ഡാഷ്ഡ് ലൈൻ റെപ്രസെൻറ്റ്സ് ലീനിയർ ഓംസ് ലോ. ഈ ഡാഷ്ഡ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഓംസ് ലോ ആണ്. തിയറിറ്റിക്കലി ഉള്ള ഓംസ് ലോ ആണ് ഡാഷ്ഡ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ദ സോളിഡ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ വോൾട്ടേജ് വേഴ്സസ് കറണ്ട് കർവ് ഫോർ എ ഗുഡ് കണ്ടക്ടർ. ഒരു ഗുഡ് കണ്ടക്ടറിനെ എടുത്തിട്ട് നമ്മൾ അതിന്റെ വോൾട്ടേജ് വേഴ്സസ് കർവ് വരച്ചാൽ ഒരിക്കലും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല. അതെങ്ങനെ മാത്രമേ നമുക്ക് കിട്ടൂ? ഒരു കർവ് മാത്രമായിട്ടേ കിട്ടൂ. അപ്പോൾ ഓംസ് ലോയിൽ പ്രകാരം ജോർജ് സൈമൺ ഓം പറഞ്ഞ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ പ്രാക്ടിക്കൽ വെച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് നമുക്ക് കിട്ടില്ല? സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല, ഒരു കർവേ കിട്ടത്തുള്ളൂ. ലീനിയർ ആയിട്ടല്ല എന്ത് വേരിയേഷൻ സംഭവിക്കുന്നത്? വിയും ഐയിലും വേരിയേഷൻ സംഭവിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ലിമിറ്റേഷനായിട്ട് നമ്മൾ പറയുന്നത് ഓംസ് ലോ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വി ഐ ഗ്രാഫ് എടുത്തു. ആ ഗ്രാഫ് എടുത്തതിന് ശേഷം ആദ്യം പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആ കണ്ടക്ടറിലേക്ക് അപ്ലൈ ചെയ്തു. അതിനുശേഷം നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു. എന്ന് വെച്ചാൽ ആദ്യം 10 വോൾട്ട് പൊട്ടൻഷ്യൽ അതിൽ കൊടുത്തു. ശേഷം ചെയ്തത് -10 വോൾട്ട് പൊട്ടൻഷ്യൽ അവിടെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് വരണമായിരുന്നു? സാധാരണഗതിയിലാണെങ്കിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യണമായിരുന്നു. അങ്ങനെയല്ല നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ കാണുന്നത്. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് തരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയേണ്ടി വരും? റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈൻ ഓഫ് വി. വിയുടെ സൈനിനനുസരിച്ച് ഐക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. കാര്യം ഇവിടെ മില്ലി ആംപിയർ, ഇവിടെ മൈക്രോ ആംപിയർ ഒക്കെയാണ് വന്നിട്ടുള്ളതായിരിക്കുന്നത്. ഇത് സെമി കണ്ടക്ടേഴ്സിൽ വരുന്ന ഗ്രാഫാണ്. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അഡീഷണൽ വേറെ ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കുന്ന സമയത്ത് ഈ ഗ്രാഫിനെ കുറിച്ച് നിങ്ങൾ വളരെ വ്യക്തമായി ഇവിടെ പഠിക്കും. അപ്പോൾ ഇതും കുറച്ചും കൂടെ ക്ലിയർ ആവും. ഈ ഗ്രാഫ് എന്താണെന്ന് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഭയങ്കരമായി ബുദ്ധിമുട്ടി ആലോചിക്കൊന്നും വേണ്ട. കാര്യം അടുത്ത ചാപ്റ്റേഴ്സിൽ നമ്മൾ ഇതെല്ലാം പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം, രണ്ടാമത്തെ ലിമിറ്റേഷനായിട്ട് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ സൈൻ ഓഫ് വി. മനസ്സിലാക്കുക, പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്ത സമയത്ത് ഉണ്ടായ കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് കിട്ടണമായിരുന്നു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത്. പക്ഷെ അങ്ങനെ കിട്ടിയിട്ടില്ല. അതിന് പകരം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്നത്. എങ്ങനെ പറയാൻ പറ്റും? ഇഫ് ഐ ഈസ് ദ കറണ്ട് ഫോർ എ സെർട്ടൺ വോൾട്ടേജ് വി, then reversing the direction of V, keeping the magnitude fixed, does not produce the desired effect. പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തപ്പോൾ ഉണ്ടായ കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്ത സമയത്തുണ്ടാവുന്ന കറണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല കിട്ടിയത്, വേറെ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പഠിക്കേണ്ടത് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഈസ് നോട്ട് യുണീക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിക്ക് ഒരു കറണ്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ.
എന്ന് വെച്ചാൽ 10 വോൾട്ട് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കറണ്ട് നിശ്ചിതം തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ യുണീക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത്, പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ യുണീക്കായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതാ ഈ ഒരു പൊട്ടൻഷ്യലിൽ അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് കിട്ടാനായിട്ട് നമുക്ക് 2 പൊട്ടൻഷ്യലിൽ സെയിം കറണ്ട് കിട്ടുന്നു. ഈ ഒരു കറണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പൊട്ടൻഷ്യലിലും സെയിം കറണ്ട് ആയിരിക്കും, ഈ പൊട്ടൻഷ്യലിലും എന്തായിരിക്കും, സെയിം കറണ്ട് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറണ്ട് ലഭിക്കാനായി, കറണ്ടിന്റെ ഒരു വാല്യൂ ലഭിക്കാനായി ഒന്നിൽ കൂടുതൽ വോൾട്ടേജിന്റെ വാല്യൂസിൽ കഴിയുന്നു. ഇതും ഒരു ലിമിറ്റേഷനായി നമ്മൾ കാണുന്നതാണ്. ഇപ്പം എന്താണ്, ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഈസ് നോട്ട് യുണീക്ക്. ദാറ്റ് ഈസ് ഫോർ ദ സെയിം കറണ്ട് ദർ ഈസ് മോർ ദാൻ 1 വോൾട്ടേജ് വാല്യൂ. ഒരു കറണ്ട് ലഭിക്കാനായി ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് വാല്യൂസ് കിട്ടുന്നു. അതുകൊണ്ട് ഓംസ് ലോ എന്തല്ല, യുണീക്ക് അല്ല. ഓംസ് ലോയുടെ വി ആൻഡ് ഐ വേരിയേഷൻ യുണീക്ക് അല്ല. ഇപ്പം ലിമിറ്റേഷൻ ഓഫ് ഓംസ് ലോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പഠിച്ചത് വി ഡിപ്പെൻഡ്സ് ഓൺ ഐ നോൺ ലീനിയർലി. ഗ്രാഫ് നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടണം ഓംസ് ലോ പ്രകാരം. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയുള്ള ഗ്രാഫ് കിട്ടുന്നില്ല, സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നില്ല, ചെറിയൊരു കർവാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ ദി സൈൻ ഓഫ് വി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്ത സമയത്ത് നമുക്കൊരു കറണ്ട് ലഭിച്ചു. അതിനുശേഷം നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തപ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് അല്ല നമുക്ക് കിട്ടിയത്, മറിച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടി. അത് രണ്ടാമത്തെ ലിമിറ്റേഷനായിട്ട് പറഞ്ഞു. മൂന്നാമത്തെ ലിമിറ്റേഷനായിട്ട് പറഞ്ഞ എന്താണ്? ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഈസ് നോട്ട് യുണീക്ക്. എന്ന് വെച്ചാൽ ഒരു കറണ്ട് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ പൊട്ടൻഷ്യൽ വാല്യൂസിന് കഴിയുന്നു. ആ ഗ്രാഫിൽ നമ്മൾ റീജിയൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റീജിയനെ നമ്മൾ ലീനിയർ റീജിയൻ എന്ന് പറയും. സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന റീജിയനെ, ചെറിയൊരു കർവ് വരുന്ന ഈ റീജിയനെ നമ്മൾ നോൺ ലീനിയർ റീജിയൻ എന്ന് വിളിക്കും. ഇനി അടുത്തതായിട്ട് ഗ്രാഫ് നേരെ തിരിച്ചു വരുന്ന താഴേക്ക് വരുന്ന റീജിയൻ നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്നും വിളിക്കുന്നു. കുറച്ച് ടേമുകൾ ഒന്നുകൂടെ പറയുകയാണ്. റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ കണ്ടക്ടർ ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അതിൻ്റെ SI യൂണിറ്റ് നമ്മൾ എന്തെന്ന് പഠിച്ചു? ഓം എന്ന് പഠിച്ചു. ഇനി അടുത്തതായിട്ട് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടൻസ്. സി എന്ന അക്ഷരം കൊണ്ട് എഴുതുന്നു കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടൻസ്. അതിൻ്റെ SI യൂണിറ്റ് അപ്പോൾ എന്തായിരിക്കും? 1/ρ ആയിരിക്കും. 1/ρ ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് എഴുതാം? 1/Ohm ആണ്, തെറ്റിപ്പോയി. 1/Ohm ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? ഓം ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓം ഇൻവേഴ്സ് എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് ഓം ഇൻവേഴ്സ് എന്ന് എഴുതാം. ഇനി നേരെ തിരിച്ച് MHO എന്നെഴുതാം. മോ എന്നെഴുതാം. അടുത്തായിട്ട് നമുക്ക് ജോർജ് സൈമൺ ഓമിൻ്റെ സീമൻ എന്ന് പറയുന്നതും എന്തിൻ്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്? കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ കണ്ടക്ടൻസ് പറഞ്ഞത്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിന് വിളിക്കുന്ന പേര് കണ്ടക്ടൻസ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് വെച്ചാൽ ഓം ഇൻവേഴ്സ് ആണ്. ഓം ഇൻവേഴ്സ് എന്ന് എഴുതാം. മോ എന്ന് പറയുന്നു, സീമൻ എന്ന് പറയുന്നു. ഇനി നമ്മൾ റെസിസ്റ്റിവിറ്റി പഠിച്ചു. റോ പഠിച്ചു. അതിൻ്റെ യൂണിറ്റ് നമ്മൾ എന്തെന്ന് പഠിച്ചു? ഓം മീറ്റർ എന്ന് പഠിച്ചു. കണ്ടക്ടിവിറ്റി പഠിച്ചിരുന്നു. കണ്ടക്ടിവിറ്റി സിഗ്മ എഴുതി. അതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഓം ഇൻവേഴ്സ്, മീറ്റർ ഇൻവേഴ്സ് എന്ന് പഠിച്ചു. 4 ടേംസ് ആണ് നമുക്കിതിൽ ആവശ്യമായിട്ട് വരുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. 2 ടേം ഇത് പഠിക്കണം. ഓമിക് കണ്ടക്ടേഴ്സ് ആൻഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. വേറൊന്നുമില്ല, ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേര് ഓമിക് കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റാലിക് കണ്ടക്ടേഴ്സിന് എഴുതാം. ഗോൾഡ്, സിൽവർ, കോപ്പർ അതൊക്കെ എഴുതാം. അതാണ് ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾ ചോദിച്ചാൽ സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സ് ഒന്നും ഓംസ് ലോ ഒബേ ചെയ്യുന്നതല്ല. അതുകൊണ്ട് അവരെ നമ്മൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. ഈ ഒരു സെക്ഷൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി പഠിക്കേണ്ട ഒരു നോട്ടായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. റെസിസ്റ്റിവിറ്റിയുടെ ബേസിസിൽ സോളിഡിനെ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് റെസിസ്റ്റിവിറ്റി 10⁻² to 10⁻8 എന്ന റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ 10⁻8 എന്ന റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. അപ്പോൾ എന്താണ് കണ്ടക്ടേഴ്സ്?
ഇലക്ട്രിസിറ്റിയെ അതിലൂടെ പാസ് ചെയ്യിക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. ദ സബ്സ്റ്റൻസ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. ആ കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി റേഞ്ച് എത്രയായിരിക്കും? 10⁻² ടു 10⁻8 ഓം മീറ്റർ ആയിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് റെസിസ്റ്റിവിറ്റിയുടെ റേഞ്ച് 10⁻11 ടു 10⁻19 ഓം മീറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സോളിഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. ഇപ്പം എന്താണ് ഇൻസുലേറ്റേഴ്സ്? ഇലക്ട്രിസിറ്റിയെ അതിലൂടെ കടത്തിവിടാത്ത വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. ദ സബ്സ്റ്റൻസ് വിച്ച് ഡു നോട്ട് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് റെസിസ്റ്റിവിറ്റി റേഞ്ച് 10⁻5 ടു 10⁻6 ഓം മീറ്റർ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സോളിഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്പെഷ്യൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ കണ്ടക്ട് ചെയ്യുകയും അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇൻസുലേറ്റർ ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്? സെമി കണ്ടക്ടേഴ്സ്. അവരുടെ റെസിസ്റ്റിവിറ്റി റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയ്ക്ക് നിൽക്കുന്നു. പഠിച്ച കാര്യമാണ്. റെസിസ്റ്റിവിറ്റിയുടെ ബേസിസിൽ സോളിഡിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? കണ്ടക്ടേഴ്സ് റേഞ്ച് പഠിച്ചു, ഇൻസുലേറ്റേഴ്സ് റേഞ്ച് പഠിച്ചു, സെമി കണ്ടക്ടേഴ്സ് റേഞ്ച് പഠിച്ചു. എന്താണ് കണ്ടക്ടേഴ്സ്? സബ്സ്റ്റൻസ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. ഇൻസുലേറ്റേഴ്സ് സബ്സ്റ്റൻസ് വിച്ച് ഡു നോട്ട് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് വിച്ച് സംടൈംസ് അലൗസ് ആൻഡ് സംടൈംസ് ഡസ് നോട്ട് അലൗ. ഇത് സംടൈംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏതെങ്കിലും സമയം രാത്രി 10 മണി അങ്ങനെയൊന്നും വിചാരിച്ച് വെച്ചുള്ളരുത്. സ്പെഷ്യൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത്. അല്ലാത്ത സമയത്ത് ഇവരെന്തായിരിക്കും? ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ഇതോടൊപ്പം തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഈസ് ദ ബെസ്റ്റ് മെറ്റാലിക് കണ്ടക്ടർ? ഏറ്റവും നല്ല മെറ്റാലിക് കണ്ടക്ടർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അത് സിൽവർ ആണ്. ഏറ്റവും ബെസ്റ്റ് മെറ്റാലിക് കണ്ടക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ സിൽവർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ന് നമ്മൾ പഠിച്ചതിനെല്ലാവരുടെ ഒന്നുകൂടെ ഒന്ന് വൈൻഡപ്പ് ചെയ്ത് പറയുകയാണ്. ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിച്ചത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഇലക്ട്രിക് കറണ്ട് എന്താണെന്നാണ്. അതിന് ഡെഫിനിഷൻ പഠിച്ചു, SI യൂണിറ്റ് പഠിച്ചു, അതിൻ്റെ CGS യൂണിറ്റ് പഠിച്ചു, അതിൻ്റെ ഡയറക്ഷൻ പഠിച്ചു. ഡയറക്ഷൻ പഠിച്ചതിന് ശേഷം അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പഠിച്ചു. ആ ഡയറക്ഷൻ പിന്നെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പഠിച്ചു. 3 ടൈപ്സ് ഓഫ് കറണ്ട്സിനെ പഠിച്ചു. ഇലക്ട്രോണിക് കറണ്ട്, കൺവെൻഷണൽ കറണ്ട് ആൻഡ് ട്രാൻസിയൻറ്റ് കറണ്ട്. 3 ടൈപ്സ് ഓഫ് കറണ്ടിനെ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് കറണ്ട് ക്യാരിയേഴ്സിനെ കുറിച്ചാണ്. കറണ്ട് ക്യാരിയേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അഡീഷണൽ ടോപ്പിക്കായിട്ട് ലൈറ്റനിങ്ങിനുണ്ടാവുന്ന കറണ്ട് എത്ര ആംപിയർ ആണെന്നും നെർവ് ഇമ്പൾസിനുണ്ടാവുന്ന കറണ്ട് എത്ര ആംപിയർ ആണെന്നും നമ്മൾ പഠിച്ചു. പിന്നെ ശേഷം 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്തു. എന്തെന്നായിരുന്നു? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കറണ്ട് പ്രൊഡ്യൂസ്ഡ് വെൻ 1 കൂളോം ഓഫ് ചാർജ് പാസസ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ് എന്ന് പഠിച്ചു. പിന്നെ പഠിച്ചത് EMFനെ കുറിച്ച് പഠിച്ചു. EMF ഒരു മീസ്നോമർ ആണെന്ന് പഠിച്ചു. എന്താണ് മീസ്നോമർ എന്ന് പഠിച്ചു. കറണ്ട് ഡെൻസിറ്റിയെക്കുറിച്ച്, അതിൻ്റെ SI യൂണിറ്റിനെ കുറിച്ച് പഠിച്ചു. ഓംസ് ലോയെ കുറിച്ച് പഠിച്ചു. ഓംസ് ലോയിൽ നമുക്ക് എന്തെന്ന് മനസ്സിലായി? ഓംസ് ലോയ്ക്ക് 3 പ്രധാനപ്പെട്ട ഇക്വേഷനുകൾ ഉണ്ടെന്ന് മനസ്സിലായി. V = IR എന്ന ഇക്വേഷൻ, E = J ρ എന്ന ഇക്വേഷൻ, J = σE എന്ന ഇക്വേഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസിനെയും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റിവിറ്റിയെയും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ കണ്ടക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിസിൽ? റെസിസ്റ്റിവിറ്റിയുടെ ബേസിസിൽ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ആണ്. അതോടുകൂടി പിന്നെ നമ്മൾ കുറച്ച് അഡീഷണൽ ടേംസ് ഒക്കെ പഠിച്ചു. കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി, പിന്നെ എന്താണ് ഓമിക് ഡിവൈസ് എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഓൺലൈൻ ക്ലാസ് ആണ്. നമ്മൾ എങ്ങനെയാണോ ക്ലാസ്സിൽ പഠിക്കുന്നത് അതുപോലെ തന്നെ ഇൻറ്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയമെല്ലാം നൽകുന്നുണ്ട്. അത് വെച്ചിട്ട് മാക്സിമം ഉപയോഗപ്പെടുത്തുക. അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.